ज्ञानञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरोः श्रीयुतापदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च। हे कृष्णकरुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिकान्त राधाकान्त नमोऽस्तुते। तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छकल्पतरुभ्यश्च कृपासिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। ഹരേ കൃഷ്ണ. അപ്പോൾ 25ാമത്തെ ശ്ലോകം വളരെ പ്രാധാന്യം അർഹിക്കുന്നു. എന്തെന്നാൽ എന്താണോ നമ്മുടെ ലക്ഷ്യം, ആരെയാണോ നാം ആരാധിക്കുന്നത് അവരുടെ ലോകമായിരിക്കും നമ്മുടെ ഗതി, നമ്മുടെ ലക്ഷ്യസ്ഥാനം. അതുകൊണ്ട് യാന്തി ദേവവ്രതാൻ ദേവാൻ പിതൃൻ യാന്തി പിതൃവ്രതാൻ ഭൂതാനി യാന്തി ഭൂതേജ്യോ യാന്തി മദ്യാജിനോപിമാം. ദേവന്മാരെ ആരാധിക്കുന്നവർ ദേവലോകങ്ങളിൽ പോകും. അതുപോലെ തന്നെ പിതൃക്കളെ ആരാധിക്കുന്നവർ പിതൃലോകത്തിലും, ഭൂതങ്ങളെ ആരാധിക്കുന്നവർ ഭൂതങ്ങളുടെ ലോകത്തിലും, അതുപോലെ എന്നെ ആരാധിക്കുന്നവർ അല്ലെങ്കിൽ ഭഗവാനെ ആരാധിക്കുന്നവർ ഭഗവാന്റെ ലോകത്തിലും പോകും. തുടങ്ങിയെന്ന് മാത്രമല്ല, ഏകദേശം പകുതി ഒരു പാരഗ്രാഫ് ഞാൻ അത് വായിച്ചു. അപ്പോൾ ഇത് പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ഛതി തദഹം ഭക്തിയുപഹൃതം അശ്നാമി പ്രയതാത്മനഃ. അപ്പോൾ സ്നേഹത്തോടും ഭക്തിയോടും കൂടി ഒരാൾ എനിക്ക് അർപ്പിക്കപ്പെടുന്നത് എന്തും ഇലയോ പൂവോ ഫലമോ ജലമോ ആകട്ടെ ഞാൻ അത് സ്വീകരിക്കും. അപ്പോൾ ഈ ശ്ലോകത്തിൽ ഭഗവാൻ ഒന്ന് മനസ്സിലാക്കാം, ഭഗവാൻ നമ്മളോട് ചോദിക്കുന്നതെല്ലാം വളരെ ലളിതമായിട്ടുള്ള വിഭവങ്ങളാണ്. പത്രം പുഷ്പം ഫലം തോയം എല്ലാം വളരെ ലളിതമാണ്, സാർവത്രികമായിട്ട് ലഭിക്കുന്നതുമാണ്. ഇത് ഭഗവാൻ അർപ്പിക്കുവാനായിട്ട് യാതൊരു പ്രയാസവും ഇല്ലതാണ്. അതുകൊണ്ട് നാം ഭഗവാന് നൈവേദ്യം അർപ്പിച്ചതിന് ശേഷം ആ അവശിഷ്ടം, അതാണ് നമ്മുടെ പ്രസാദമായിട്ട് നാം ആഹാരം കഴിക്കുന്നത്. അപ്പോൾ ഇത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. നാം എപ്പോഴും പ്രസാദം മാത്രമേ ഭക്ഷിക്കുവാൻ പാടുള്ളൂ. ഇത് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതാണ്. നിങ്ങളെല്ലാവരും ഇത് ചെയ്യുന്നുണ്ടെന്നറിയാം. എല്ലാ ദിവസവും ആഹാരം പാചകം ചെയ്തു കഴിഞ്ഞാൽ അത് നൈവേദ്യമായിട്ട് അർപ്പിക്കുക. അതിനുള്ള മന്ത്രങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അപ്പോൾ രണ്ടാമത്തെ പാരഗ്രാഫ് ഇവിടെ നോക്കുകയാണെങ്കിൽ, ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് ആദിമനായ പ്രഭു. യജ്ഞങ്ങളുടെ എല്ലാം ഏകലക്ഷ്യവും അദ്ദേഹം തന്നെ, അവയുടെ ഭോക്താവും മറ്റാരുമല്ല. ഈ വസ്തുത വെളിപ്പെടുത്തിയ ശേഷം താൻ ഇഷ്ടപ്പെടുന്ന യജ്ഞ ദ്രവ്യങ്ങളെക്കുറിച്ച് ഭഗവാൻ പറയുന്നത്, പരിശുദ്ധി നേടി ജീവിതലക്ഷ്യം പ്രാപിക്കാനായി അതീന്ദ്രിയ പ്രേമഭരിതമായ ഭഗവത് സേവനം ആഗ്രഹിക്കുന്നുവെങ്കിൽ തങ്ങളിൽ നിന്ന് കൃഷ്ണൻ ആവശ്യപ്പെടുന്നത് എന്തെന്ന് അറിഞ്ഞിരിക്കണമല്ലോ. കൃഷ്ണനിൽ പ്രേമമുള്ള ഒരാൾ അദ്ദേഹത്തിന് വേണ്ടുന്നതെന്തും നൽകാൻ തയ്യാറായിരിക്കും. അദ്ദേഹത്തിന് ആവശ്യമില്ലാത്തതോ ഇഷ്ടപ്പെടാത്തതോ ആയ ഒന്നും നൽകുകയുമില്ല. മത്സ്യം, മാംസം, മുട്ട എന്നിവ കൃഷ്ണനെ നിവേദിക്കുവാൻ പാടില്ല. അത്തരം ഉപഹാരങ്ങൾ ആവശ്യം എങ്കിൽ അദ്ദേഹം എടുത്തു പറയുമായിരുന്നു. മറിച്ച് ഇലകൾ, പൂക്കൾ, പഴങ്ങളോ വെള്ളമോ ആണ് അദ്ദേഹത്തിന് വേണ്ടത്. അവ ഞാൻ സ്വീകരിക്കും എന്നാണ് കൃഷ്ണൻ പറയുന്നത്. അതിൽ നിന്ന് മാംസം, മത്സ്യം, മുട്ട മുതലായവ അദ്ദേഹത്തിന് സ്വീകാര്യ അല്ല എന്ന് നാം മനസ്സിലാക്കണം. കായികനികൾ, ധാന്യങ്ങൾ, പഴം, പാൽ, വെള്ളം എന്നിവയാണ് മനുഷ്യർക്ക് ചേർന്ന ആഹാരങ്ങൾ എന്ന് കൃഷ്ണൻ തന്നെ ഇവിടെ വിധിച്ചിരിക്കുന്നു.
മറ്റ് ഭക്ഷ്യങ്ങളൊന്നും അദ്ദേഹത്തിന് നിവേദിക്കാൻ പാടില്ല, അദ്ദേഹം സ്വീകരിക്കുകയും ഇല്ല. അങ്ങനെ നമ്മൾ ചെയ്യുന്നത് ഭക്തിപൂർവമാകാനും വയ്യ. ജീവിതത്തിൽ പുരോഗതിയും ഭൗതിക ബന്ധങ്ങളിൽ നിന്ന് മോചനവും ആരായുന്നവർക്ക് അനുയോജ്യവും വിശുദ്ധവുമായ ആഹാരം യജ്ഞോച്ഛിഷ്ടമായത് മാത്രമെന്ന് 3-ാം അധ്യായത്തിൽ 13-ാമത്തെ ശ്ലോകത്തിൽ കൃഷ്ണൻ പ്രസ്താവിച്ചിട്ടുണ്ട്. തങ്ങളുടെ ആഹാരത്തെ കൃഷ്ണാർപ്പണം ആക്കാതെ ഭക്ഷിക്കുന്നവർ പാവഹുക്കുകളെന്ന് അതേ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നു. അവർ ഉണ്ണുന്ന ഓരോ ഉരുളയും ഭൗതിക പ്രകൃതിയുടെ സങ്കീർണതകളോട് അവരെ അധികം കൂട്ടിച്ചേർക്കുന്നു എന്നർത്ഥം. ലളിതമായ സസ്യാഹാരങ്ങൾ ഉണ്ടാക്കി ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വിഗ്രഹത്തിനോ ചിത്രത്തിനോ മുന്നിൽ വെച്ച് നിവേദിക്കുകയും നമസ്കരിക്കുകയും ആ വിനയോപഹാരം കൈക്കൊള്ളാൻ അദ്ദേഹത്തോട് അപേക്ഷിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകും, ശരീരം വിശുദ്ധമാവും, ചിന്താ വൈഭവത്തിലേക്ക് നയിക്കാനുതകുന്ന മട്ടിൽ മസ്തിഷ്ക സിരകൾ സൂക്ഷ്മ തരങ്ങളായിത്തീരും. സർവോപരി ഈ നിവേദ്യാർപ്പണം ഭാവത്തോടെ ആയിരിക്കണം. സർവൈശ്വര്യ നിദാനമായ കൃഷ്ണന് ആഹാരത്തിൻ്റെ ആവശ്യമില്ല. എങ്കിലും നിവേദ്യം അർപ്പിച്ച് തന്നെ പ്രീതിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഭക്തനിൽ നിന്ന് അദ്ദേഹം അത് സ്വീകരിക്കും. നൈവേദ്യം ഉണ്ടാക്കുന്നതിലും വിളമ്പുന്നതിലും കൃഷ്ണനെ സമർപ്പിക്കുന്നതിലും മുഖ്യമായി ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. അവയൊക്കെ തന്നെയും അനുഷ്ഠിക്കേണ്ടത് കൃഷ്ണ പ്രേമത്തോടെ ആവണം. അപ്പം ഇതിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഭഗവാൻ എന്താണോ വേണ്ടത് അത് ഭഗവാൻ പറഞ്ഞിരിക്കുന്നു, ചോദിച്ചിരിക്കുന്നു. ഭഗവാൻ മത്സ്യമാംസാദികൾ ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഭഗവാനെ ആരാധിക്കുകയും അതേസമയം തന്നെ മത്സ്യമാംസാദികൾ ഭക്ഷിക്കുകയും ചെയ്യുന്നത് വിരോധാഭാസമാണ്. പലരുമുണ്ട്, ഗുരുവായൂർ അമ്പലത്തിൽ പോകും, അല്ലെങ്കിൽ മറ്റ് കൃഷ്ണന്റെ അമ്പലത്തിൽ പോകും, അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ അമ്പലത്തിൽ പോകും, ഭാഗവത ശ്രവണം ചെയ്യും, സപ്താഹത്തിന് പോകും, ഭഗവത്ഗീത വായിക്കും, വളരെ വലിയ ഭക്തരാണ്. അവരുടെ ജീവിതത്തിൽ നല്ലൊരു സമയം ഭഗവാനെ ആരാധിക്കാൻ തന്നെ ചെലവഴിക്കുന്നുണ്ട്. എന്നിരുന്നാലും അവർ എന്താണ് ചെയ്യുന്നത്? അവർ മത്സ്യവും മാംസവും ഭക്ഷിക്കുന്നു. ഇത് ഒരിക്കലും അംഗീകരിക്കുവാൻ സാധിക്കില്ല. നമ്മുടെ നാട്ടിൽ തന്നെ പലരും ഭാഗവത സപ്താഹത്തിന് പോയിരിക്കും, എന്നാൽ അവർക്ക് മത്സ്യവും മാംസവും ഉപേക്ഷിക്കുവാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ഒന്ന്, ഇത്തരത്തിൽ സപ്താഹമോ അല്ലെങ്കിൽ മറ്റ് പ്രഭാഷണങ്ങളോ ചെയ്യുന്നവർ ഭഗവത്ഗീതയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഈ സന്ദേശം പകർന്നു നൽകുന്നില്ല, അവർക്ക് പ്രചോദനം നൽകുന്നില്ല. 2, അവർക്ക് ഈ ഹരിനാമ സങ്കീർത്തനം ദിവസവും ചെയ്യുവാനായിട്ടുള്ള നിർദ്ദേശവും നൽകുന്നില്ല. ഭക്തരുടെ സംഘത്തിൽ ഹരിനാമ സങ്കീർത്തനം ചെയ്ത് ഭക്തരുടെ സംഘത്തിൽ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചാൽ മാത്രമേ മത്സ്യവും മാംസവും ഉപേക്ഷിക്കാനുള്ള ശക്തി ലഭിക്കുകയുള്ളൂ. ഇവിടെ തന്നെ ഞാൻ പല മലയാളി പിള്ളേരെയും കണ്ടിട്ടുണ്ട്, മറ്റ് നാട്ടിൽ നിന്നുള്ളവരെ കണ്ടിട്ടുണ്ട് തീർച്ചയായിട്ടും. പക്ഷെ ഞാൻ പറയുകയാണ്, മലയാളി കുട്ടികളെ തന്നെ കണ്ടിട്ടുണ്ട്. അവർ മത്സ്യവും മാംസവും കഴിക്കാതെ ജീവിക്കാൻ വയ്യ എന്ന് പറഞ്ഞവരാണ്. പക്ഷേ അവർക്ക് ഭക്തരുടെ സംഘം ലഭിച്ചു, നാമം ജപിച്ചു തുടങ്ങി, ഇവിടെ പ്രസാദം കഴിച്ചു തുടങ്ങി. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവർക്ക് ഇതുപോലെ മത്സ്യവും മാംസവും ഉപേക്ഷിക്കാൻ സാധിച്ചു. ഇപ്പം അവർക്ക് അതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും സാധിക്കില്ല. ആദ്യം വരുമ്പോൾ അവർ പറയും യാതൊരു നിവൃത്തിയില്ല, ചിക്കൻ കഴിച്ചേ മതിയാവുള്ളൂ. ചിലർക്കാണെങ്കിൽ ചിക്കൻ കഴിച്ചേ മതിയാവുള്ളൂ. മറ്റു ചിലരുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തു തന്നെ ആവട്ടെ, മത്സ്യമില്ലാതെ ആഹാരം കഴിക്കാൻ വയ്യ. ഇതാണ് പ്രശ്നം. ഇങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളും നമുക്കുണ്ട്. പക്ഷേ നാമം ജപിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ എന്താണ് വരുന്നത്? നല്ല നമ്മുടെ ആ ഒരു ടേസ്റ്റ്, രുചി മാറും. അപ്പോൾ നമുക്ക് മത്സ്യവും മാംസവും ഉപേക്ഷിക്കാൻ പറ്റും. ഇത് നാട്ടിലെ അവസ്ഥയാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ഇവിടുത്തെ ആണെങ്കിൽ ഓസ്ട്രേലിയയിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലാണെന്നിരിക്കട്ടെ, ഇവിടുത്തെ ആളുകൾ രാവിലെ തന്നെ ഇറച്ചി കഴിച്ചു തുടങ്ങും. ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഇറച്ചി തുടങ്ങും. രാവിലെ എണീറ്റുള്ള ആദ്യത്തെ ആഹാരത്തിൽ തന്നെ ഇറച്ചി ഉണ്ടെന്നിരിക്കും. നമ്മുടെ നാട്ടിൽ അത് അധികം പതിവില്ല. അവർ പോലും പ്രസാദം കഴിച്ച്
ഹരേകൃഷ്ണ മഹാമന്ത്രം ജപിച്ച് കുറച്ചു കാലം കഴിയുമ്പോൾ പിന്നെ അവർക്കും മത്സ്യവും മാംസവും ഉപേക്ഷിക്കുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ പ്രാവർത്തികമാണ്, ഇതെല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നൊരു കാര്യമാണ്, ഇതിൽ വളരെ പ്രയാസമൊന്നുമില്ല. അതുകൊണ്ട് ആരെങ്കിലും കൃഷ്ണാവബോധത്തിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ അവരോട് മത്സ്യവും മാംസവും ഉപേക്ഷിക്കാൻ പറയേണ്ട ആവശ്യമില്ല, മറിച്ച് അവർക്ക് ആദ്യം പ്രസാദം നൽകുക. അതുപോലെ തന്നെ ഹരേകൃഷ്ണ മഹാമന്ത്രം ജപിക്കുവാനായിട്ട് നിർദ്ദേശിക്കുക. അങ്ങനെ ജപവും പ്രസാദവും മുൻപിലേക്ക് നീങ്ങുമ്പോൾ അവർക്കും വെജിറ്റേറിയൻ ഡയറ്റിലേക്ക് മാറുവാൻ സാധിക്കുന്നു. ഇത് എത്രയോ ആളുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അധികം പ്രയാസമുള്ള കാര്യമല്ല, പക്ഷേ ഇത് കുറച്ചുകൂടി ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഈ മത്സ്യവും മാംസവും ഉപേക്ഷിക്കാൻ കഴിയുകയാണെങ്കിൽ ഇഷ്ടം പോലെ ആളുകളെ നമുക്ക് ഭക്തരാക്കാൻ പറ്റും. പലരും ഭക്തരാവാതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇസ്കോണിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഇറച്ചിയും മീനും ഒക്കെ ഉപേക്ഷിക്കാൻ പറയും. അതുകൊണ്ടാണ് അവർക്ക് ഭക്തരാവണ്ടെന്ന് അവർ ചിന്തിക്കുന്നത്. പക്ഷെ അവരുടെ രുചിയിൽ ഒരു മാറ്റം വരും എന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇത് ആക്ച്വലി അതൊരു സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ രുചിയിൽ മാറ്റം വരും. പരം ദൃഷ്ട്വാ നിവർത്തത. നമുക്ക് ഒരു പരം ദൃഷ്ട്വാ ഒരു ഉയർന്ന രുചി ലഭിക്കുകയാണെങ്കിൽ പിന്നെ അതിന് താഴെയുള്ള രുചി നമുക്ക് തീർച്ചയായിട്ടും ഉപേക്ഷിക്കാൻ പറ്റും. ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇത് നമുക്ക് ഈ ഭാവാർത്ഥം പൂർത്തിയാക്കാം. അവസാനത്തെ ഖണ്ഡിക. പരമസത്യം ഇന്ദ്രിയഹീനമാണെന്ന് സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന നിരാകാരവാദികളായ തത്വചിന്തകർക്ക് ഈ പദ്യത്തിൻ്റെ പൊരുൾ ഉൾക്കൊള്ളാൻ ആവില്ല. അവർക്കതൊരു രൂപാലങ്കാരമോ ഭഗവത്ഗീതാകാരനായ കൃഷ്ണന്റെ ഭൗതിക സ്വഭാവത്തിനുള്ള തെളിവോ ആണ്. വാസ്തവത്തിൽ പരമപുരുഷനായ കൃഷ്ണ ഇന്ദ്രിയങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓരോ ഇന്ദ്രിയത്തിനും മറ്റുള്ളവരുടെ പ്രവൃത്തി കൂടി ചെയ്യാൻ കഴിവുണ്ട്. നോക്കൂ, ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. അതായത് നിരാകാരവാദികൾ, മായാവാദികൾ, ബ്രഹ്മവാദികൾ അവർ പലപ്പോഴും ഭഗവാന്റെ സ്വരൂപം എന്തെന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അവർക്ക് എങ്ങനെയാണ് പത്രം പുഷ്പം ഫലം തോയം ഇത്തരത്തിലുള്ള ആഹാര സാധനങ്ങൾ എങ്ങനെയാണ് ഭഗവാൻ സ്വീകരിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കില്ല. ഭഗവാന് സ്വരൂപമുണ്ട്, ഭഗവാന് രൂപമുണ്ട്, ഭഗവാൻ ഇതെല്ലാം സ്വീകരിക്കാൻ കഴിയും, ഭഗവാൻ ഇതെല്ലാം ഭക്ഷിക്കുവാൻ സാധിക്കും. അത് പറയുന്നത് പോലെ ബ്രഹ്മസംഹിതയിൽ പറയുന്നുണ്ട്, അംഗാനി യസ്യ സകലേന്ദ്രിയ വൃത്തിമന്തി പശ്യന്തി പാന്തി കലയന്തി ചിരം ജഗന്തി. അംഗാനി യസ്യ അംഗാനി, അദ്ദേഹത്തിന്റെ അംഗങ്ങൾ ശരീരത്തിലുള്ള ഓരോ അംഗങ്ങളും എന്താണ്? സകലേന്ദ്രിയ വൃത്തിമന്ത്രി, എല്ലാ ഇന്ദ്രിയങ്ങളുടെയും വൃത്തി നിർവഹിക്കുന്നു. ഭഗവാന്റെ ഓരോ ഇന്ദ്രിയങ്ങളും ആ മറ്റെല്ലാ ഇന്ദ്രിയങ്ങളുടെയും പ്രവൃത്തി ചെയ്യുവാൻ കഴിവുള്ളതാണ്. ഇതാണ് ഭഗവാന്റെ ഇന്ദ്രിയത്തിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ ഭഗവാന്റെ അംഗങ്ങളുടെ പ്രത്യേകത. അതുകൊണ്ട് നമ്മൾ ഭഗവാന് നൈവേദ്യം അർപ്പിക്കുമ്പോൾ ഭഗവാൻ ആ നൈവേദ്യത്തിൽ വെറുതെ നോക്കിയാൽ മതി, ആ വെറും ഒരു കാഴ്ച ഒന്നുകൊണ്ട് തന്നെ ഭഗവാൻ അത് സ്വീകരിക്കാൻ സാധിക്കും. ഇത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ഭഗവാൻ അവിടെ ഇരുന്ന് കഴിക്കണം അങ്ങനെയുള്ള നിർബന്ധമില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാന്റെ എല്ലാ ഇന്ദ്രിയവും സച്ചിദാനന്ദ സ്വരൂപം തന്നെയാണ്. സച്ചിദാനന്ദ സ്വരൂപമായതുകൊണ്ട് ഭഗവാൻ അത് സ്വീകരിക്കുന്നു. അപ്പോൾ ഭഗവാനെ നമ്മൾ നൈവേദ്യം അർപ്പിക്കുമ്പോൾ ഭഗവാൻ വെറുതെ നോക്കുന്നു, അത് മതി, അതിലൂടെ ഭഗവാൻ അത് സ്വീകരിക്കുന്നു. എന്നാൽ ഭഗവാൻ ഇവിടെ ലീല കളിയാടാനായിട്ട് ഗോകുല വൃന്ദാവനത്തിൽ വരുമ്പോൾ, അതായത് ഭൂലോക വൃന്ദാവനത്തിൽ വരുമ്പോൾ ഭഗവാന്റെ ഓരോ ഇന്ദ്രിയങ്ങളും സാധാരണ ആ ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തി മാത്രമേ ചെയ്യുകയുള്ളൂ. എന്തിനു വേണ്ടിയിട്ടാണ്? അങ്ങനെയാണ് ഭഗവാൻ ഈ ഭൂമുഖത്ത് മനുഷ്യരെ പോലെ ലീലകൾ കളിയാടുന്നത്. ഉദാഹരണത്തിന് ഭഗവാൻ ലീലയിൽ ഗോപന്മാർ ഭഗവാനോട് പറയാണ്, കുട്ടിയായിരിക്കുമ്പോൾ ഭഗവാനോട് പറയാണ്, കണ്ണടയ്ക്കൂ, ഞാൻ വായില് മധുരപലഹാരം തരാം. അപ്പോൾ കൃഷ്ണൻ കണ്ണടയ്ക്കുമ്പോൾ വാതുറക്കാൻ പറയുമ്പോൾ ഭഗവാൻ വാതുറക്കുമ്പോൾ പൂക്കൾ ആണ് വെച്ചു കൊടുക്കുന്നത്. മധുരപലഹാരത്തിന് പകരം പൂക്കളാണ് വെച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഭഗവാൻ അത് ചവയ്ക്കുമ്പോൾ കയ്പാണ്. അപ്പോൾ എന്താണ്? അപ്പോൾ ഭഗവാൻ കണ്ണടയ്ക്കുമ്പോൾ ഭഗവാൻ ശരിക്കും അറിയില്ല എന്താണ് സംഭവിക്കുന്നതെന്ന്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇത്
ലീലയ്ക്ക് വേണ്ടിയിട്ടാണ്. എങ്കിൽ മാത്രമേ ഭഗവാന് അത്തരത്തിലുള്ള സുഹൃത്തുക്കളുമായിട്ടുള്ള ലീല കളിയാടാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ അവതാരമായിട്ട് വരുമ്പോൾ പലപ്പോഴും ഭഗവാന്റെ ഒരു ഇന്ദ്രിയത്തിന്റെ മാത്രം പ്രവൃത്തി നിർവഹിച്ചു എന്നിരിക്കും. എന്നാൽ ഭഗവാന്റെ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും മറ്റെല്ലാ ഇന്ദ്രിയങ്ങളുടെയും പ്രവൃത്തി ചെയ്യുവാനുള്ള കഴിവുണ്ട്. കൃഷ്ണനെ നിരപേക്ഷൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്. എന്താണ്? വാസ്തവത്തിൽ പരമപുരുഷനായ കൃഷ്ണൻ ഇന്ദ്രിയങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓരോ ഇന്ദ്രിയങ്ങളും മറ്റുള്ളവയുടെ പ്രവൃത്തി ചെയ്യുവാൻ കഴിവുണ്ട്. കൃഷ്ണനെ നിരപേക്ഷൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്. നിരപേക്ഷൻ, പരമസത്യം എന്ന് പറയുന്നത് നിരപേക്ഷനാണ്. നിരപേക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇന്ദ്രിയങ്ങളില്ലെങ്കിൽ അദ്ദേഹത്തിന് എങ്ങനെ സർവൈശ്വര്യപൂർണ്ണെന്ന് കരുതാനാവും? താനാണ് ഭൗതിക പ്രകൃതിയിൽ ജീവാത്മാക്കളെ ഉളവാക്കുന്നത് എന്ന് കൃഷ്ണൻ 7-ാം അധ്യായത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. ഭൗതിക പ്രകൃതിയുടെ കടാക്ഷിക്കുന്നത് കൊണ്ടാണ് പിറവി നടക്കുന്നത്. ഇത്തരുണത്തിൽ നിവേദ്യാർപ്പണ വേളയിൽ ഉച്ചരിക്കുന്ന പ്രേമവാക്കുകൾക്കും കൃഷ്ണന്റെ ആസ്വാദനത്തിനും താദാത്മ്യം ഉണ്ടാകുന്നു. നിവേദകന്റെ പ്രേമവാക്കുകളുടെ ശ്രവണം തന്നെ കൃഷ്ണന് ആസ്വാദനം ആകുന്നു എന്നർത്ഥം. ഭഗവാന്റെ നിരപേക്ഷാവസ്ഥ കൊണ്ട് ശ്രവണം, ഭോജനം, ആസ്വാദനം എന്നിവ വ്യത്യസ്തങ്ങളല്ലെന്ന് ഇവിടെ ഊന്നി പറയേണ്ടതുണ്ട്. തന്നെപ്പറ്റി കൃഷ്ണൻ സ്വയം വിവരിക്കുന്നതിനെ വ്യാഖ്യാനമെന്ന് കൂടാതെ സ്വീകരിക്കുന്ന ഭക്തന് മാത്രമേ നിരപേക്ഷ സത്യത്തിനെ ഭക്ഷിക്കാനും ആസ്വദിക്കാനും സാധിക്കുമെന്ന് മനസ്സിലാക്കുകയുള്ളൂ. അപ്പോൾ പലപ്പോഴും അഭക്തർക്ക് അവർ ആത്മീയപാതയിലാകാം, എന്നാൽ അവർ ഭക്തരല്ല. അതുകൊണ്ട് അവർക്ക് ഭഗവാന്റെ ഈ ഒരു സത്യം മനസ്സിലാക്കുവാൻ സാധിക്കില്ല. എങ്ങനെയാണ് ഭഗവാന് നൈവേദ്യം സ്വീകരിക്കുവാൻ സാധിക്കുന്നത്? ഇത് അവർക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കില്ല. അപ്പോൾ അഭക്തർക്ക് ഭഗവത്ഗീത മനസ്സിലാക്കുവാൻ സാധിക്കില്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ രൂപം സച്ചിദാനന്ദമാണ്. ആ ഭഗവാന് ഇന്ദ്രിയങ്ങളുണ്ട്, അതും സച്ചിദാനന്ദം തന്നെയാണ്. ആ ഇന്ദ്രിയങ്ങൾക്ക് പ്രേമപുരസ്സരം അർപ്പിക്കുന്നത് എന്തും സ്വീകരിക്കുവാൻ സാധിക്കും. അത് നാം മന്ത്രം ജപിക്കുമല്ലോ, നൈവേദ്യം അർപ്പിക്കാനായിട്ട് മന്ത്രം ജപിക്കുമല്ലോ, ആ മന്ത്രം മതി, അതും ഭഗവാന് കേൾക്കാൻ സാധിക്കും. ആ മന്ത്രത്തിൽ നാം എത്രത്തോളം ഭക്തിയോടെയാണ് നാം മന്ത്രം ജപിക്കുന്നത്, ഇതും ഭഗവാന് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഭഗവാൻ സ്വീകരിക്കുന്നു. അപ്പോൾ നാം പ്രേമപുരസ്സരം ഭഗവാന് എന്ത് അർപ്പിക്കുന്നു അത് ഭഗവാൻ സ്വീകരിക്കും. അതിൽ ഭഗവാൻ എന്താണ് വേണ്ടത് എന്നിവിടെ പറയുന്നു. അതാണ്, ഒന്നുമില്ലെങ്കിൽ ഇതെങ്കിലും നാം ഭഗവാന് അർപ്പിക്കണം. ഇതിൽ പത്രം വളരെ പ്രധാനമാണ്. അവിടെ പത്രം കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? തുളസി പത്രമാണ്, തുളസിയിലയാണ്. അപ്പൊ തുളസിയില നാം ഭഗവാൻ അർപ്പിക്കുകയാണെങ്കിൽ ഭഗവാൻ അത് തീർച്ചയായിട്ടും സ്വീകരിക്കും. അതുകൊണ്ട് എന്ത് നൈവേദ്യം അർപ്പിക്കുമ്പോൾ നമുക്ക് തുളസിയില ഉണ്ടെങ്കിൽ തുളസിയില നമുക്ക് കൊടുക്കാം. അപ്പോൾ അമ്പലത്തിൽ നൈവേദ്യമായിട്ട് അർപ്പിക്കുമ്പോൾ തുളസിയില തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. വീട്ടിൽ ഇല്ലെങ്കിൽ ഇല്ല, പക്ഷെ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇതുപോലെ അടുത്ത ശ്ലോകവും വളരെ പ്രധാനമാണ്. അപ്പോൾ 26-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാന് നൈവേദ്യം അർപ്പിക്കണം എന്ന് നമുക്ക് മനസ്സിലായി. 27-ാമത്തെ ശ്ലോകത്തിൽ ഇത് കൂടുതൽ വിവരിക്കുകയാണ് ചെയ്യുന്നത്. നാം എന്തൊക്കെ ചെയ്യുന്നോ ഇതെല്ലാം ഭഗവാന് അർപ്പണമായിട്ട് ചെയ്യാം എന്നാണ് 27-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. യത്കരോഷി യദശ്നാസി യജ്ജിഹോഷി ദദാസി യത്തപസ്യസി കൗന്ദേയ തത്കുരുഷ്വ മദർപ്പണം. യത്കരോഷി, നീ യാതൊന്നു ചെയ്യുന്നുവോ, യാതൊന്ന് അശ്നാസി, നീ ആഹരിക്കുന്നുവോ, യജ്ജുഹോഷി, യാതൊന്ന് നീ ഹോമിക്കുന്നുവോ, യത് ദദാസി, യാതൊന്ന് നീ ദാനം ചെയ്യുന്നുവോ, യത് തപസ്യസി, യാതൊന്ന് തപസ് ചെയ്യുന്നുവോ, തത് സർവം, അതെല്ലാം കൗന്ദേയ, ഹേ കൗന്ദേയ, മദർപ്പണം, എന്നിൽ അർപ്പിച്ചുകൊണ്ട് കുരുഷ്വ, ചെയ്യുക. നീ എന്ത് ചെയ്യുന്നുവോ, എന്ത് നിവേദിക്കുന്നുവോ, ഭക്ഷിക്കുന്നുവോ, എന്ത് ദാനം ചെയ്യുന്നുവോ, എന്ത് തപശ്ചര്യകൾ അനുഷ്ഠിക്കുന്നുവോ കുന്തിപുത്ര, അതെല്ലാം എനിക്കായി അർപ്പിച്ചുകൊണ്ട് ചെയ്യുക. നോക്കൂ, എന്ത് നിവേദിക്കുന്നുവോ, ഭക്ഷിക്കുന്നുവോ, ദാനം ചെയ്യുന്നു, തപസ് അനുഷ്ഠിക്കുന്നുവോ, ഇതെല്ലാം ഭഗവാൻ അർപ്പണമായിട്ട് ചെയ്യുക. ഭാവാർത്ഥം ഇതാ പറയുന്നു,
ഏത് സന്ദർഭത്തിലും കൃഷ്ണനെ മറന്ന് പോകാത്ത വിധത്തിലായിരിക്കണം ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടത്. ഓരോ മനുഷ്യൻ്റെയും കടമയാണിത്. ആത്മാവും ശരീരവും ഒന്നിച്ച് നിലനിർത്തേണ്ടതിനായി എല്ലാവരും കർമ്മം ചെയ്യേണ്ടിയിരിക്കുന്നു. ഇവിടെ കൃഷ്ണൻ പറയുന്നത് തനിക്ക് വേണ്ടിയാവണം ആ കർമ്മം ഏതെന്നുമാണ്. ജീവിക്കുവാൻ വേണ്ടി എല്ലാവരും ഭക്ഷണം കഴിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ കൃഷ്ണന് നിവേദിച്ച ആഹാരം സ്വീകരിക്കുകയല്ലേ നല്ലത്. സംസ്കാരം സിദ്ധിച്ച ഏതൊരാൾക്കും മതപരങ്ങളായ ചില അനുഷ്ഠാനങ്ങൾ നിറവേറ്റാനുണ്ടാവും. കൃഷ്ണൻ പറയുന്നു, അത് എനിക്ക് വേണ്ടി ചെയ്യുക. അതാണ് അർച്ചന എന്ന് പറയുന്നത്. ഭിക്ഷാദാനത്തിലുള്ള വാസന ഒരു മനുഷ്യനുണ്ട്, അതെനിക്ക് തരൂ എന്ന് കൃഷ്ണൻ പറയുന്നു. നേടിവെച്ച മിച്ച ധനമത്രയും കൃഷ്ണാബോധ പ്രസ്ഥാനത്തിൻ്റെ പുരോഗതിക്കായിക്കൊണ്ട് ഉപയോഗിക്കുക എന്നാണ് അതിൽ നിന്ന് ഗ്രഹിക്കേണ്ടത്. ഇന്ന് ജനങ്ങൾക്ക് ധ്യാനയോഗത്തിൽ വളരെ താല്പര്യം കാണുന്നുണ്ട്. ഈ യുഗത്തിൽ അത് പ്രായോഗികമല്ല. എങ്കിലും ദിവസത്തിൽ 24 മണിക്കൂറും മാലയെടുത്ത് ഹരേകൃഷ്ണ മഹാമന്ത്രം ഉരുവിട്ടുകൊണ്ട് കൃഷ്ണനെ ധ്യാനിച്ചു കൊണ്ടിരുന്നാൽ ഒരാൾ ഉത്തമനായ ധ്യാനയോഗിയായി തീരും, സംശയമില്ല. ഇത് 6-ാം അധ്യായത്തിലും വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നാം സ്വാഭാവികമായിട്ട് ചെയ്യുന്നതാണ്. ആഹാരം നമുക്ക് കഴിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അത് നൈവേദ്യമായിട്ട് അർപ്പിച്ച് നമുക്ക് പ്രസാദം കഴിക്കാം. അതുപോലെ തന്നെ നമ്മളെല്ലാവരും പൂജാതി കർമ്മങ്ങൾ എന്തെങ്കിലും അനുഷ്ഠിക്കും. ഭഗവാൻ പറയുന്നത് അത് എനിക്കായിട്ട് ചെയ്യുക. നമ്മൾ എന്തെങ്കിലും ദാനം കൊടുത്തു വന്നിരിക്കുക, അത് ഭഗവാനായിട്ടും അതുപോലെ തന്നെ കൃഷ്ണാവബോധത്തിന് പ്രസ്ഥാനത്തിനായിട്ടും ദാനം ചെയ്യുക. അങ്ങനെ കൃഷ്ണാവബോധനം വർദ്ധിപ്പിക്കുക. ഇതാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ മാർഗങ്ങളും എല്ലാ അവസരങ്ങളും കൃഷ്ണനെ ഒരിക്കലും മറക്കരുത്. ഇതാണ് സാധന ഭക്തിയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള തത്വം. ഇതാണ് എപ്പോഴും ഭഗവാനെ പറ്റി ചിന്തിക്കുക, ഭഗവാനെ ഒരിക്കലും മറക്കരുത്. സ്മർത്തവ്യ സതതം വിഷ്ണു വിസ്മർത്തവ്യ ന ജാതുചിത് സർവവിധി നിഷേധയോഹോ ഏതയോരേവ കിങ്കര. ഇതാണ് എല്ലാ വിധികളുടെയും എല്ലാ നിഷേധങ്ങളുടെയും പൊരുൾ എന്ന് പറയുന്നത്. ഇതാണ് സ്മർത്തവ്യ സതതം വിഷ്ണു. എപ്പോഴും വിഷ്ണുവിനെ പറ്റി ചിന്തിക്കണം, അല്ലെങ്കിൽ ഇവിടെ കൃഷ്ണനെ പറ്റി ചിന്തിക്കണം. ഇതാണ് ആദ്യത്തെ. പിന്നെ വിസ്മർത്തവ്യ ന ജാതുചിത്, ഒരിക്കലും ഭഗവാനെ മറക്കരുത്. അപ്പോൾ നമ്മുടെ ജീവിതം അങ്ങനെ നമ്മൾ ചിട്ടപ്പെടുത്തണം. ഇത് വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് നമ്മുടെ കടമയാണ്. രാവിലെ എണീക്കുമ്പോൾ എങ്ങനെ ഭഗവാനെ പരിചരിക്കുക? എണീറ്റ പാടെ തന്നെ ഭഗവാനെ നമസ്കരിക്കുക, തൊഴുത് ആദ്യം ഗുരുവിനും ശീലപ്രഭുപാദർക്കും അതുപോലെ തന്നെ ഭഗവാനുള്ള പ്രണാമമന്ത്രങ്ങൾ ജപിക്കുക. ഇതാണ് ആദ്യം നാം എണീറ്റാൽ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വീട്ടുജോലികളുണ്ടെങ്കിൽ അത് ചെയ്യുമ്പോൾ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് ജോലികൾ ചെയ്യാം. ആഹാരം പാചകം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഭഗവാൻ അർപ്പിക്കാം. പിന്നെ നാമം ജപിക്കാൻ തീർച്ചയായിട്ടും നമ്മൾ രാവിലെ നാമം ജപിക്കും. അപ്പോൾ എപ്പോഴൊക്കെ സമയമുണ്ടോ അപ്പോഴൊക്കെ ഭഗവാനെ പറ്റി ചിന്തിക്കുക. വീട്ടുജോലി ചെയ്യുമ്പോൾ നമുക്ക് അധികം ശ്രദ്ധ ആവശ്യമില്ലെങ്കിൽ ഭഗവാനെ പറ്റിയുള്ള ഭാഗവത ശ്രവണം ചെയ്യുക, അല്ലെങ്കിൽ കീർത്തനങ്ങൾ കേൾക്കുക. ഇങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യത്തിലും ഓരോ സമയത്തും നാം ഭഗവാനെ പറ്റി ചിന്തിക്കണം. ഇതാണ് കൃഷ്ണാവബോധം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ജീവിതത്തിലെ എല്ലാ പ്രവർത്തികളും ഭഗവാനുമായിട്ട് ബന്ധിപ്പിക്കുന്നത് കൊണ്ട് എപ്പോഴും ഭഗവാനെ പറ്റി ചിന്തിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ആദ്യത്തെ വരിയിൽ തന്നെ പ്രഭുപാദർ പറയുന്നു, ഏത് സന്ദർഭത്തിലും കൃഷ്ണനെ മറന്നു പോകാത്ത വിധത്തിലായിരിക്കണം ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടത്. ഓരോ മനുഷ്യൻ്റെയും കടമയാണിത്. അപ്പോൾ നമ്മളെല്ലാവരും നമുക്ക് വേണ്ടി തന്നെ പ്ലാൻ ചെയ്യണം. എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ തന്നെ പ്ലാൻ ചെയ്യണം, എങ്കിലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത ശ്ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്തരത്തിൽ കൃഷ്ണാവബോധത്തിലൂടെ മുൻപിലേക്ക് പോവുകയാണ് എന്നിരിക്കട്ടെ. നാം ഭഗവാന് നൈവേദ്യം അർപ്പിക്കുന്നു. അതുപോലെ തന്നെ നാം ഭഗവാന് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രവർത്തികളും അർപ്പിക്കുന്നു. എന്നാൽ എന്താണ് ഉണ്ടാകുന്നത്? എന്താണ് അതിൻ്റെ ഫലം? ഇതാ ഭഗവാൻ പറയുകയാണ്, ശുഭാശുഭ ഫലൈരേവം മോക്ഷസേ കർമ്മബന്ധനൈഃ സന്യാസയോഗയുക്താത്മാ വിമുക്തോ മാം ഉപൈഷ്യസി. ഏവം ഇപ്രകാരം ശുഭാശുഭ ഫലൈഃ, ശുഭാശുഭ ഫലങ്ങളോട് കൂടിയ കർമ്മബന്ധനൈഃ, കർമ്മബന്ധനങ്ങളാൽ മോക്ഷസേ നീ മോചിക്കപ്പെടും. വിമുക്തഃ വിമുക്തനായി, സന്യാസയോഗയുക്താത്മാ സന്യാസയോഗത്തിൽ മനസ്സുറപ്പിച്ചിട്ട്,
മാം എന്നെ ഉപൈഷ്യസി, നീ പ്രാപിക്കും. ഇങ്ങനെ കർമ്മബന്ധങ്ങളിൽ നിന്ന് തജ്ജന്യങ്ങളായ ഗുണദോഷ ഫലങ്ങളിൽ നിന്നും നിനക്ക് സ്വതന്ത്രനാകാം. പരിത്യാഗമെന്ന തത്വം ഉൾക്കൊണ്ട് എന്നിൽ മനസ്സുറപ്പിച്ച് വിമുക്തനായി നിനക്ക് എന്നെ പ്രാപിക്കാം. നോക്കൂ, ഇത്തരത്തിൽ ഭക്തിയിൽ മുഴുകുകയാണെങ്കിൽ എല്ലാ ശുഭാശുഭ ഫലങ്ങളോടുകൂടിയ ശുഭവും അശുഭവുമായിട്ടുള്ള ഫലങ്ങളോടുകൂടിയ കർമ്മബന്ധനങ്ങളിൽ നിന്ന് ഒരാൾക്ക് മുക്തി നേടാം. ഇതാണ് സന്യാസയോഗയുക്താത്മാ, പരിത്യാഗമെന്ന തത്വം ഉൾക്കൊണ്ടുകൊണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ സന്യാസയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം സന്യാസം സ്വീകരിക്കണം, കാഷായം ധരിക്കണം, ദണ്ഡ ധരിക്കണം എന്നല്ല അർത്ഥം. ആ പരിത്യാഗമെന്ന ആ തത്വം നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാത്തിൽ നിന്നും വിമുക്തനായി ഭഗവാന്റെ അടുത്ത് തന്നെ എത്താൻ സാധിക്കും. അതുകൊണ്ട് ഭക്തിയോഗത്തിലൂടെ നമുക്ക് ഭഗവത് പ്രാപ്തി ലഭിക്കുന്നു. ഇതാണ് ഈ ഭക്തിയുടെ പരിണിത ഫലം. അതാണ് ഇവിടെ പറയുന്നത്. ആർക്കും ഭഗവാന്റെ അടുത്തേക്ക് പോവാം. അതുകൊണ്ടാണ് പ്രഭുപാദർ പറയുന്നത് 4 യമനിയമങ്ങൾ പാലിക്കുക, 16 മാല ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക എല്ലാ ദിവസവും. ഭഗവാൻ പറയുന്നു ഈ ജീവിതത്തിന്റെ അവസാനം നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോവാം. പക്ഷെ എല്ലാവർക്കും ഒരു ആധ്യാത്മിക ഗുരുവിന്റെ ആവശ്യമുണ്ട്. ഇതെല്ലാവരും മനസ്സിലാക്കണം. ആധ്യാത്മിക ഗുരു എല്ലാവർക്കും വേണം. പരമ്പരയിൽ വരുന്ന ആധ്യാത്മിക ഗുരു ആവശ്യമാണ്. അപ്പോൾ 16 മാല ജപിക്കുന്നുണ്ട്, അതുപോലെ തന്നെ യമനിയമങ്ങൾ പാലിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒരു ആധ്യാത്മിക ഗുരുവിനെ സ്വീകരിക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ഹരേകൃഷ്ണ പ്രസ്ഥാനവുമായിട്ട് ബന്ധത്തിൽ വരുമ്പോൾ നമുക്ക് ആരൊക്കെയാണ് ആധ്യാത്മിക ഗുരു, എങ്ങനെയാണ് ആധ്യാത്മിക ഗുരുവിനെ സ്വീകരിക്കേണ്ടത്, ഇതെല്ലാം നമുക്ക് മനസ്സിലാവും. ഇത് വളരെ ആവശ്യമാണ്. നമുക്ക് ഭാവാർത്ഥത്തിലേക്ക് നോക്കാം. ഭഗവത് നിർദ്ദേശം അനുസരിച്ച് കൃഷ്ണാവബോധ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ആളാണ് യുക്തൻ. സാങ്കേതികമായ പദം യുക്തവൈരാഗ്യമത്ര. രൂപഗോസ്വാമി ഭക്തിരസാമ സിന്ധു ഈ തത്വം വിശദീകരിക്കുന്നു. അനാസക്തസ്യ വിഷയാൻ യഥാർത്ഥം ഉപരിയുഞ്ജത നിർബന്ധ കൃഷ്ണസംബന്ധേ യുക്തം വൈരാഗ്യം ഉച്യത്തെ. രൂപഗോസ്വാമി പറയുകയാണ്, ഈ ഭൗതിക പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന കാലത്തോളം നമുക്ക് കർമ്മം ചെയ്യാതിരിക്കാൻ സാധിക്കില്ല, അത് നിർത്തിവെക്കാനാവില്ല. കർമ്മഫലമത്രയും കൃഷ്ണന് അർപ്പിക്കുന്നതിലാണ് യുക്തവൈരാഗ്യം എന്ന് പറയുന്നത്. സന്യാസത്തിൽ ഉറച്ചു നിന്ന് അനുഷ്ഠിക്കപ്പെടുന്ന ആ കർമ്മങ്ങൾ മനോദർപ്പണത്തിൽ ഒഴുകിച്ചേർന്ന മാലിന്യങ്ങളെല്ലാം നീക്കുന്നു. കർത്താവ് ആത്മസാക്ഷാത്കാരത്തിൻ്റെ വഴിയിൽ പുരോഗമിച്ച ക്രമേണ ഭഗവാനെ പൂർണ്ണമായും സമർപ്പിക്കുവാൻ ആവും. അവസാനം ആ ഭക്തൻ മുക്തിയും സിദ്ധിക്കുന്നു. ആ മുക്തി എന്തെന്ന് ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. അയാൾ ബ്രഹ്മജ്യോതിസിൽ ലയിക്കുന്നില്ല, മറിച്ച് ഭഗവത് ധാമം പോകുകയാണ് ചെയ്യുന്നത്. സവിശേഷതയിലേക്ക് വിരൽ ചുണ്ടുന്നു. മാം ഉപേക്ഷസി എന്ന വാക്ക്, മാം ഉപേക്ഷസി എന്നാൽ അയാൾ എന്നെ പ്രാപിക്കുന്നു, സ്വധാമത്തിലേക്ക് ഭഗവത് സന്നിധിയിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് അർത്ഥം. 5 തലങ്ങളാണ് മുക്തിക്കുള്ളത്. ജീവിതകാലം മുഴുവൻ ഭഗവത് നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിച്ച ഒരാൾ മരണാനന്തരം വൈകുണ്ഠ പദത്തിലെത്തി കൃഷ്ണന്റെ നിത്യ സബരിയിലേക്ക് ഏർപ്പെടത്തക്ക വേണം പരിപൂർണതയാർജിക്കുമെന്ന് ഈ പദ്യം വെളിവാക്കുന്നു. നമുക്ക് ഇതിലൊരു കാര്യം മനസ്സിലാക്കണം. ഈ യുക്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാസക്തസ്യ വിഷയാൻ യഥാർത്ഥം ഉപയുഞ്ജത നിർബന്ധ കൃഷ്ണ സംബന്ധ യുക്തം വൈരാഗ്യം ഉച്ചത. യുക്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതിനാണ് യുക്ത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ കർമ്മനിരതരായിരിക്കും. അപ്പോൾ ആ കർമ്മം ഭഗവാനുമായിട്ട് ബന്ധിപ്പിക്കുക, ഇത് മാത്രം. അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് ഭഗവത് ധാമത്തിലേക്ക് പോകാം. വളരെ ലളിതമായിട്ടാണ് ഇവിടെ പറയുന്നത്. ഈ നോക്കിക്കോളൂ, ഇതിൽ വളരെ എളുപ്പമായിട്ടാണ് ശുഭാശുഭങ്ങളായിട്ടുള്ള ഫലങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ കർമ്മബന്ധനങ്ങൾ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ച് അതിൽ നിന്ന് പൂർണ്ണമായിട്ട് മുക്തി നേടി ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നു. അതാണ് മാം ഉപേക്ഷസി. മാം എന്നെ ഉപേക്ഷസി എത്തിച്ചേരുന്നു. എന്നിൽ എത്തിച്ചേരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിൽ അവിടെ മാം എന്ന് പറഞ്ഞാൽ എന്നെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്നെ പ്രാപിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ധാമത്തെ പ്രാപിക്കും എന്നാണ് അർത്ഥം. കാര്യം ഭഗവത്ഗീതയിൽ ഭഗവാൻ തന്നെ ഭഗവാന്റെ ധാമത്തെ പറ്റി പറയുന്നുണ്ടല്ലോ. യദ്ഗത്വാ നിവർത്തത്തെ തദ്ധാമം പരമമമ.
അവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് മടങ്ങി വരില്ല. അതാണ് എൻ്റെ ധാമം. നയസ്ഭാസേതേ സൂര്യോ ന ശശാങ്കോ ന പാവക യദ്ഗത്വാ നിവർത്തന്തെ ധാമ പരമം. അവിടെ ആ ധാമത്തെ സൂര്യനോ ചന്ദ്രനോ പ്രകാശിപ്പിക്കുന്നില്ല. ഇതാണ് ഭഗവാന്റെ ധാമം. കാര്യം അത് ആത്മീയമായിട്ടുള്ള ധാമമായതുകൊണ്ട്, ഭഗവത് ധാമമാണല്ലോ. ഇവിടെ സൂര്യനും ചന്ദ്രനും വേണം, പക്ഷെ ഭഗവത് ധാമത്തിൽ അതിൻ്റെ ആവശ്യമില്ല. യദ്ഗത്വാ നിവർത്തന്തെ തദ്ധാമം പരമം ബമ. കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു തസ്മാത്തു ഭാവോന്യ വ്യക്താവ്യക്ത സനാതന. ഈ ഭൗതിക ലോകത്തിന് ഉപരിയായിട്ട് മറ്റൊരു ലോകമുണ്ട്. തസ്മാത്തു ഭാവോന്യ, അതാണ് ഭഗവാന്റെ ലോകം. അപ്പൊ പല ശ്ലോകങ്ങളിലും ഭഗവാന്റെ ധാമത്തെ പറ്റി പറയുന്നുണ്ട്. ആ ധാമത്തിൽ നമുക്ക് എത്തുവാൻ സാധിക്കും. ഭഗവത് സേവനത്തിനായി സ്വജീവിതം അർപ്പിക്കുന്നതിൽ ഒഴികെ മറ്റൊന്നിലും താല്പര്യമില്ലാത്ത ഒരാൾ വാസ്തവത്തിൽ സന്യാസി തന്നെ. അപ്പോൾ സന്യാസി എന്ന് പറയുമ്പോൾ വീണ്ടും മനസ്സിലാക്കുക, സന്യാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഷായം ധരിക്കണം എന്നല്ല അർത്ഥം, കുടുംബം ഉപേക്ഷിക്കണം എന്നല്ല അർത്ഥം. അതല്ല സന്യാസത്തിന്റെ അർത്ഥം. സന്യാസം എന്ന് പറയുന്നത് മനോഭാവമാണ്. എല്ലാം ഭഗവാനായിട്ട് സമർപ്പിച്ച ജീവിതം ആർക്കുണ്ടോ അതാണ് ഒരു സന്യാസി. ഇത് 6ാമത്തെ അധ്യായത്തിന്റെ തുടക്കത്തിലും ഭഗവാൻ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഭക്തൻ ഭഗവതിച്ഛയ്ക്ക് വിധേയനായ നിത്യദാസനായിട്ടാണ് തന്നെ കണക്കാക്കുന്നത്. ആ നിലയ്ക്ക് താൻ ചെയ്യുന്നത് എന്തും ഭഗവാന് വേണ്ടിയായിരിക്കും. അദ്ദേഹം എന്ത് ചെയ്യുന്നതും ഭഗവത് സേവനമായിരിക്കും. വേദവിഹിതങ്ങളായ അനുഷ്ഠാനങ്ങളിലോ ഫലോദ്ധിഷ്ട കർമ്മങ്ങളിലോ അദ്ദേഹത്തിന് ശ്രദ്ധ കുറയും. സാധാരണ ജനങ്ങൾ നിഷ്ഠയോടെ വേദവിധികൾ അനുഷ്ഠിക്കേണ്ടതാണ്. ഭഗവത് സേവനത്തിൽ തികച്ചും മുഴുകിയ ഒരു പരമഭക്തൻ ചിലപ്പോൾ വേദവിധികൾക്കെതിരായി പ്രവർത്തിക്കുന്നത് പോലെ തോന്നിയേക്കാമെങ്കിലും വാസ്തവത്തിൽ അങ്ങനെയല്ല. അതിബുദ്ധിമാന്മാർക്ക് പോലും ദുർഗ്രാഹ്യങ്ങളാണ് ഒരു ശുദ്ധഭക്തന്റെ പ്രവൃത്തികളും പരിപാടികളുമെന്ന് വൈഷ്ണവ ഗ്രന്ഥങ്ങളിൽ ആധികാരികമായിട്ട് പ്രസ്താവിച്ചിട്ടുണ്ട്. താന്ത്രവാക്യ ക്രിയാമുദ്ര വിജ്ഞേഹന ഭുഞ്ജയ. എപ്പോഴും ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടും അതിൻ്റെ ഏതെല്ലാം വിധത്തിൽ കൃഷ്ണനെ സേവിക്കാമെന്ന് സദാ ചിന്തിച്ചുകൊണ്ടുമിരിക്കുന്നവൻ മുക്തനായി കഴിഞ്ഞു എന്ന് നിശ്ചയിക്കാം. ഭാവിയിൽ സ്വഗേഹത്തിലേക്ക് ഭഗവത് ധാമത്തിലേക്ക് അയാൾ തിരിച്ചെത്തുമെന്നും ഉറപ്പാക്കാം. കൃഷ്ണൻ എന്ന പോലെ അയാളും ഭൗതിക വിമർശനങ്ങൾ അതീതനാണ്. ഭക്തന്റെ പ്രവൃത്തി സാധാരണ ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഒരു ഭക്തനെ നോക്കുമ്പോൾ ഭക്തനും മറ്റുള്ളവരെ പോലെ തന്നെ ജീവിക്കുന്നു, മറ്റുള്ളവരെ പോലെ പെരുമാറിയിരിക്കുന്നു, മറ്റുള്ളവരെ തന്നെ വീടുണ്ടാകാം, കുട്ടികളുണ്ടാവാം, കുടുംബമുണ്ടാകാം. എന്നാൽ ഒരു ഭക്തനും അഭക്തനും തമ്മിൽ വളരെ അധികം വ്യത്യാസമുണ്ട്. യോഗികളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അവര് താടി വളർത്തുന്നു, അവര് ഹിമാലയത്തിലോ മറ്റ് പുണ്യസ്ഥലങ്ങളിലോ ജീവിക്കുന്നു. എന്നാൽ ഭക്തൻ സുഗൃഹത്തിലായിരിക്കും നിവസിക്കുന്നത്. എന്നിരുന്നാലും ഭക്തന്റെ ഗതി എന്ന് പറയുന്നത് ഭഗവത് ധാമമാണ്. അത് യോഗികളെക്കാളും ജ്ഞാനികളെക്കാളും വിശിഷ്ടമായിട്ടുള്ള ഒരു ഗതിയാണ് ഉള്ളത്. അതാണ് പരംഗതി. ഇത് സാധാരണക്കാർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കില്ല. അപ്പോൾ ഈ അധ്യായത്തിൽ പറയുന്നത് ഭക്തിയോഗമാണ്. രാജവിദ്യ, രാജഗുഹ്യ യോഗം, ഇത് ഭക്തിയോഗമാണ്. ഈ യോഗത്തിൽ വളരെ ലളിതമായിട്ടുള്ള പ്രക്രിയയാണ് പറയുന്നത്. ഭഗവാന് നൈവേദ്യം അർപ്പിക്കുക, ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക. ഇതിലൂടെ ഭഗവാന്റെ ധാമത്തിൽ നമുക്ക് എത്തിച്ചേരുവാൻ സാധിക്കും. അടുത്ത ശ്ലോകം കൂടി നമുക്കിന്ന് വായിക്കാം. സമോഹം സർവഭൂതേഷു നമേ ദ്വേഷോസ്തി ന പ്രിയഃ യേ ഭജന്തി തു മാം ഭക്ത്യാ മൈതേഷു ചാപ്യഹം. എന്താണ്? എനിക്കാരോടും അസൂയയില്ല, പിന്നീടോ പക്ഷപാതവും ഇല്ല എന്നാണ് പറയുന്നത് ഭഗവാൻ. അഹം സർവഭൂതേഷു സമഃ മേ ദ്വേഷ്യ ന അസ്തി. ദേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അസൂയ. എനിക്ക് ആരോടും ശത്രുത ഇല്ല. പിന്നീടോ, ഞാൻ എല്ലാവരോടും സമനാണ് താനും. ഭഗവാൻ പറയുകയാണ്, എനിക്ക് യാതൊരു പക്ഷപാതവുമില്ല, അസൂയുമില്ല, എല്ലാത്തിനോടും സമഭാവനയാണ് എനിക്കുള്ളത്. പക്ഷേ ഭക്തി പുരസ്സരം ആരാണോ എന്നെ സേവിക്കുന്നത് അയാൾ എൻ്റെ സുഹൃത്തും ഞാൻ അയാളുടെ സുഹൃത്തുമാണ്. അവൻ എന്നിൽ അധിവസിക്കുന്നു. ഇത് വളരെ മനോഹരമായിട്ടുള്ളൊരു ശ്ലോകമാണ്. ഭഗവാൻ പറയുകയാണ്, ഭഗവാൻ എല്ലാവർക്കും തുല്യനാണ്, ഞാൻ എല്ലാവർക്കും സമനാണ്, എനിക്ക് യാതൊരു വിധത്തിലുള്ള പക്ഷപാതവുമില്ല, എനിക്ക് ആരോടും ദേഷ്യമില്ല, എനിക്ക് ആരോടും അസൂയയില്ല. എന്നാൽ ആരാണോ ഭക്തി പുരസ്സരം എന്നെ സേവിക്കുന്നത് ആ ഭക്തന്റെ സുഹൃത്താണ് ഞാൻ. അതുപോലെ തന്നെ എൻ്റെ സുഹൃത്താണ് ആ ഭക്തൻ. പരസ്പര സൗഹൃദമുണ്ട്. അങ്ങനെയുള്ള ഭക്തൻ എന്നിലാണ് അധിവസിക്കുന്നത്. നോക്കൂ, അപ്പോൾ ഒരർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഭഗവാന്റെ യാതൊരു വിധത്തിലുള്ള പക്ഷപാതവുമില്ല. എന്നാൽ മറ്റൊരു വിധത്തിൽ നോക്കുകയാണെങ്കിലോ ഭഗവാൻ പറയുകയാണ്, എൻ്റെ ഭക്തൻ എൻ്റെ സുഹൃത്താണ്. ഇത് പ്രഭുവാദിൽ പല വിധത്തിൽ ഇത് പറയുന്നുണ്ട്. ഇതിൻ്റെ അർത്ഥം, ഒരു രാജാവിൻ്റെ കാര്യം എടുക്കുക. പ്രഭുവാദിൽ ലെക്ചറിലാണ് പറയുന്നത്. ഒരു രാജാവിൻ്റെ കാര്യം എടുത്തോളൂ. രാജാവിന് പക്ഷപാതം ഇല്ലാതിരിക്കാം. എല്ലാ പ്രജകളെയും ഒരുപോലെയാണ് കാണുന്നത്, എല്ലാവർക്കും വേണ്ട കാര്യങ്ങളെല്ലാം നിർവഹിച്ചു നൽകുന്നു. അപ്പൊ രാജാവിന് പക്ഷപാതം ഇല്ലാതിരിക്കട്ടെ. എന്നാൽ രാജാവിന്റെ കുടുംബം രാജകൊട്ടാരത്തിലാണ് താമസിക്കുന്നത്. അവരോട് രാജാവിന് പ്രത്യേക ബന്ധമാണുള്ളത്. അപ്പോൾ പക്ഷപാതം ഇല്ലാത്ത സമനായിട്ടുള്ള രാജാവിനും രാജാവിന്റെ കുടുംബത്തിനോട്, സ്വന്തം കുടുംബത്തിനോട് രാജാവിന് സ്നേഹബന്ധം ഒന്ന് വേറെ തന്നെയാണ്, അല്ലേ? അതുകൊണ്ട് നമുക്ക് രാജാവിന് പക്ഷപാതം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇതുപോലെയാണ് ഭഗവാൻ എല്ലാവർക്കും തുല്യനാണ്. പക്ഷേ ഭഗവാന്റെ ഭക്തരോട് ഭഗവാന് പ്രത്യേകം കടപ്പാടുണ്ട്. അവരുടെ സുഹൃത്താണ് ഭഗവാൻ. ഭഗവാന്റെ സുഹൃത്താണ് ഭക്തർ, ഭക്തരുടെ സുഹൃത്താണ് ഭഗവാൻ. ഇത്തരത്തിലുള്ള സ്നേഹബന്ധമാണ് ഭഗവാനും ഭക്തരും തമ്മിലുള്ളത്. അപ്പോൾ ഭഗവാൻ എല്ലാവരോടും തുല്യരാണ്, പക്ഷേ ഭക്തർക്ക് പ്രത്യേക സ്ഥാനമുണ്ട്. അപ്പൊ അത് പക്ഷാപാതമായിട്ട് കണക്കാക്കുന്നില്ല. അതാണ് ഈ രാജാവിന്റെ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഈ ഭാവത്തിലും പ്രഭുവാതില് ഇത് വളരെ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ഈ ഭൗതിക ലോകത്തിൽ ഒരാൾ എത്ര തന്നെ ഉദാഹരണം ധർമ്മിഷ്ഠനുമായാലും ശരി, സ്വന്തം മക്കളിൽ കൂടുതൽ താല്പര്യം പ്രദർശിപ്പിക്കാറുണ്ട്. അതിൽ നമുക്ക് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. ഒരാൾ എല്ലാവരോടും തുല്യരായിരിക്കാം, എന്നാൽ സ്വന്തം മക്കൾക്ക് നമുക്ക് കൂടുതൽ സമയം ചെലവഴിക്കണ്ടേ? അതിൽ നമുക്ക് തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇതുപോലെ മറ്റൊരു ഉദാഹരണം, ഇത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഒരു മഴക്കാരനെ പോലെയാണ് അദ്ദേഹം. താൻ ചൊരിയുന്ന മഴവെള്ളം ഭൂമിയിലോ കുന്നിൻ പുറത്തോ വെള്ളത്തിലോ ചെന്ന് വീഴുന്നതെന്ന് ഓർക്കാറില്ല. എങ്കിലും ഭക്തന്മാരിൽ അദ്ദേഹത്തിന് സവിശേഷ താല്പര്യമുണ്ട്. അത്തരം ഭക്തന്മാരെയാണ് ഇവിടെ വിവരിക്കുന്നത്. അവർക്ക് എപ്പോഴും കൃഷ്ണാവബോധം ഉണ്ടായിരിക്കും. നോക്കൂ, ഭഗവാൻ മഴ പോലെ ഭഗവാന്റെ കാരുണ്യം എല്ലാ ദിക്കിലും വർഷിക്കുന്നു. മഴ എല്ലാ ദിക്കിലും വർഷിക്കുന്നു. അത് വീട്ടിലായാലും തോട്ടിലായാലും എവിടെയായാലും മഴയാണ്. കുന്നിൻപുറത്താണെങ്കിലും മഴയാണ്. പക്ഷേ ആ മഴ പെയ്യുമ്പോൾ ആരാണോ വെള്ളം ശേഖരിക്കുന്നത് അത് നമ്മുടെ ഇഷ്ടാനുസരിച്ചാണ്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. നമുക്കൊരു ചെറിയൊരു കപ്പ് വെക്കാം, അതിൽ നമുക്ക് വെള്ളം ശേഖരിക്കാം. അതല്ല, ഒരു വലിയൊരു ബേസിൻ വെക്കാം, അതിൽ വെള്ളം ശേഖരിക്കാം. അതല്ല, നമുക്ക് ഒരു വലിയൊരു തടാകം ഉണ്ടായിരിക്കാം, അതിലും ജലം ശേഖരിക്കാം. അപ്പോൾ മഴ എല്ലാവർക്കും ലഭിക്കുന്നത് ഒരുപോലെയാണ്. പക്ഷേ നമ്മുടെ ഇച്ഛപ്രകാരം, നമ്മുടെ ഇച്ഛാനുസൃതമായിട്ട് നമുക്ക് ആ ജലം സ്വീകരിക്കാം. ഇതുപോലെയാണ് ഭഗവാന്റെ കരുണ. ഭഗവാൻ എല്ലാവരിലും കരുണ നൽകുന്നുണ്ട്. എല്ലാവരും സ്വീകരിക്കുന്നു എന്നുള്ളത് നമ്മുടെ സ്വതന്ത്ര ഇച്ഛയാണ്. അതിൽ നമുക്ക് ഭഗവാനെ കുറ്റം പറയുവാൻ സാധിക്കില്ല. അപ്പോൾ ഭഗവാന് തീർച്ചയായിട്ടും ഭഗവാന്റെ ഭക്തരുമായിട്ട് വളരെ സവിശേഷമായിട്ടുള്ള ബന്ധം തന്നെയാണുള്ളത്.
അതുകൊണ്ട് ഭഗവാൻ പറയുന്നത് ഏധമാം പ്രപദ്യത്തെ താം സദൈവ ഭജാമ്യഹം, എനിക്ക് സ്വയം സമർപ്പിക്കുന്നവരെ അതേ വിധത്തിൽ ഞാൻ രക്ഷിക്കുന്നു. അതുകൊണ്ട് പറയുന്നത് നാം ഭഗവാന്റെ അടുത്തേക്ക് ഒരു ചുവട് വെക്കുകയാണെങ്കിൽ ഭഗവാൻ 100 ചുവട് നമ്മുടെ അടുത്തേക്ക് വെക്കും. ഇതാണ് ഭഗവാന്റെ അവസ്ഥ. അപ്പോൾ ഭഗവാൻ എല്ലാവർക്കും കാരുണ്യം നൽകുവാൻ പ്രതിജ്ഞാബദ്ധനാണ്. പക്ഷെ ആരാണോ ഭഗവാനെ സമീപിക്കുന്നത് അവർക്കത് ലഭിക്കും. അപ്പൊ നോക്കിക്കോളൂ, ഭഗവാൻ സമനാണ്. അർത്ഥത്തിലും ഭഗവാൻ തീർച്ചയായിട്ടും ഭഗവാന്റെ ഭക്തരോട് സവിശേഷമായിട്ടുള്ള ബന്ധമുണ്ട്. പക്ഷേ ഭഗവാൻ പറയുകയാണ് ആർക്ക് വേണമെങ്കിലും എൻ്റെ ഭക്തനാവാം. അപ്പൊ ആര് ഭഗവാനെ സമീപിക്കുന്നോ അവർക്ക് എല്ലാവർക്കും ഭഗവാനുമായിട്ട് സവിശേഷമായിട്ടുള്ള ബന്ധം തന്നെ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. അത്തരത്തിൽ നമുക്ക് ഭഗവാൻ സമനാണെന്ന് മനസ്സിലാക്കാം. ഒരർത്ഥത്തിൽ നോക്കുമ്പോൾ ഇവിടെ മനസ്സിലാക്കുന്നു ഭഗവാൻ സമനാണ്, എല്ലാവർക്കും പക്ഷാഭേദമില്ല. എന്നാൽ ഭക്തർക്ക് പ്രത്യേക പരിഗണന നൽകുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഓ ഭക്തർക്ക് പ്രത്യേക പരിഗണന നൽകുന്നുണ്ട്, അപ്പോൾ ഭഗവാൻ യഥാർത്ഥത്തിൽ സമനാണോ എല്ലാവർക്കും? അപ്പോൾ ഭഗവാൻ പറയുകയാണ്, അതെ, ഞാൻ ഭക്തരുമായിട്ട് വിശേഷപ്പെട്ട ബന്ധമാണ് എനിക്കുള്ളത്. പക്ഷേ ആർക്ക് വേണമെങ്കിലും എൻ്റെ ഭക്തരാവാം. അപ്പോൾ വീണ്ടും ഭഗവാന് യാതൊരു വിധത്തിലുള്ള പക്ഷാഭേദവുമില്ല, ആർക്കും ഭഗവാന്റെ ഭക്തരാകാം. പൊന്മോതിരത്തിനുമേൽ വൈരക്കല്ല് പതിച്ചാൽ കൂടുതൽ അഴക് തോന്നിക്കും. സ്വർണത്തിനും വൈരക്കല്ലിനും ഒരേ സമയം തേജസ് വർദ്ധിക്കുന്നു. ഭഗവാനും ജീവാത്മാവും എന്നെ എന്നെന്നും മിന്നിത്തിളങ്ങുന്നു. ഒരു ജീവാത്മാവ് ഭഗവത് സേവനിഷ്ഠനാകുമ്പോൾ സൗവർണ ശോഭ കൈക്കൊള്ളുന്നു. ഭഗവാനത്രേ വൈരക്കല്ല്. ഇവ തമ്മിലുള്ള ബന്ധം മനോഹരമാണ്. അപ്പോൾ ഭഗവാനും ഭക്തരും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയാണ് പറയുന്നത്. അത് എന്താണ്? സ്വർണവും വൈരക്കല്ലും തമ്മിലുള്ള ബന്ധമാണ്. സ്വർണ്ണമോതിരം ഉണ്ടാക്കിയിട്ട് അതിൽ വൈരക്കല്ല് പതിക്കുകയാണെങ്കിൽ മോതിരത്തിന്റെയും വൈരക്കല്ലിന്റെയും ഭംഗി വർദ്ധിക്കുന്നു. ഇതുപോലെ ഭക്തരും ഭഗവാനും ഒരുമിച്ചിരിക്കുമ്പോൾ രണ്ടുപേരും കൂടുതൽ കൂടുതൽ ശോഭിക്കുന്നു. മറ്റൊരു ഉദാഹരണം നോക്കൂ. ഭഗവാൻ ഒരു കൽപ്പവൃക്ഷമാണ്. അതിൽ നിന്ന് ആരെന്ത് നേടുവാൻ ആഗ്രഹിക്കുന്നുവോ അത് ലഭിക്കും. സാധാരണയായി കേൾക്കുന്ന ഒരു ഉദാഹരണമാണിത്. ഇവിടെ ഈ വിശദീകരണം പൂർണ്ണമാവുന്നു. ഭഗവാന് ഭക്തന്മാരോട് പക്ഷാപാതമുണ്ട്. അത് ഭഗവാന്റെ ഭക്തന്മാരോടുള്ള സവിശേഷ കാരുണ്യത്തിന്റെ പ്രകടഭാവമാണ്. ഇത് കർമ്മ നിയമാനുസൃതത്തിന് കരുതാൻ പാടില്ല. ഭഗവാനും ഭക്തരും സ്ഥിതി ചെയ്യുന്ന ആധ്യാത്മിക തലത്തിന്റെ സ്വാഭാവികമാണിത്. ഈ ഭൗതിക പ്രവർത്തനങ്ങളിലല്ല ഭഗവത് സേവനം. സച്ചിദാനന്ദപൂർണമായ ആധ്യാത്മിക ലോകത്തിലെ ഘടകമാണിത്. കൽപ്പവൃക്ഷത്തിന്റെ അടുത്ത് പോയിട്ട് എന്ത് വേണമെങ്കിലും ചോദിക്കാം, അതനുസരിച്ച് നമുക്ക് ലഭിക്കും. ഇതുപോലെ ഭക്തരും ഭഗവാനും തമ്മിലുള്ള ബന്ധം അതുപോലെയാണ്. ഭക്തർക്ക് വളരെ സവിശേഷമായിട്ടുള്ള പ്രത്യേകതയുള്ള ബന്ധമാണ് ഭഗവാനുമായിട്ട് ആഗ്രഹിക്കുന്നത്. അതാണ് ഭക്തി. ഭഗവാൻ കൽപ്പവൃക്ഷമായതുകൊണ്ട് അത് ഭക്തർക്ക് നൽകുന്നു. അഭക്തർ അത് ചോദിക്കുന്നില്ല, അതുകൊണ്ട് നൽകുന്നുമില്ല. മനസ്സിലായില്ലേ? അവർ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലിരിക്കുന്നു. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ടീച്ചർ ക്ലാസ് എടുക്കുകയാണ്. ഒരു കുട്ടി കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ക്ലാസ് കഴിഞ്ഞിട്ടും ടീച്ചറുടെ അടുത്ത് പോയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. എല്ലാ സംശയങ്ങളെല്ലാം ദൂരീകരിക്കുന്നു. അപ്പോൾ ഈ കുട്ടി കൂടുതൽ ചോദ്യം ചോദിക്കുന്നുണ്ട്, ടീച്ചർ ഇതിന് ഉത്തരം നൽകുന്നു. അപ്പൊ നമുക്ക് പറയാൻ പറ്റൂ, ഈ ടീച്ചർ ഈ ഒരു കുട്ടിയോട് പക്ഷാപാതം കാണിക്കുന്നു. എന്തുകൊണ്ടാണ്? കൂടുതൽ കാര്യങ്ങൾ ഈ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നു. ആർക്കും ചോദ്യം ചോദിച്ച് ടീച്ചറുടെ അടുത്ത് ഉത്തരം ലഭിക്കാം. പക്ഷെ ഈ ഒരു കുട്ടി മാത്രമാണ് അതിൽ താല്പര്യം കാണിക്കുന്നത്, അല്ലെങ്കിൽ കുറച്ച് കുട്ടികൾ മാത്രമാണ് അതിൽ താല്പര്യം കാണിക്കുന്നത്. അവർക്ക് കൂടുതൽ ഉത്തരം ലഭിച്ചു എന്നിരിക്കും. അത് ടീച്ചറുടെ പക്ഷാപാതം അല്ല. അതുപോലെ ഭഗവാൻ കൽപ്പവൃക്ഷമാണ്. ആരെന്ത് ചോദിക്കുന്നോ അത് ഭഗവാൻ നൽകുന്നു. ഭക്തർ പ്രേമബന്ധം, സവിശേഷമായിട്ടുള്ള ബന്ധം കാക്ഷിക്കുന്നു, അത് ആഗ്രഹിക്കുന്നു, അത് ഭഗവാൻ നൽകുന്നു. ആ ഭക്തർ അത് ചോദിക്കുന്നില്ല, അതുകൊണ്ട് അവർക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ പല വിധത്തിൽ നമുക്ക് കാണാം. ഭഗവാന് പക്ഷാപാതം ഇല്ല.
എന്നാൽ ഭഗവാന് പക്ഷാപാതം ഉണ്ട്, എന്നാൽ ആത്യന്തികമായിട്ട് നോക്കുമ്പോൾ ഭഗവാന് പക്ഷാപാതമില്ല. ഇങ്ങനെ പലതരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹരേ കൃഷ്ണ.